ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് കീഴിലുള്ള സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൻ്റെ, അതായത് സമീർ എന്ന് പറയും, ഇതിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. പെർമനൻറ്റ് വേക്കൻസിയാണ്, അത്യാവശ്യം നല്ല സ്കെയിലും പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം. സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച്. ഓക്കെ, സമീർ. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം 10/2025. ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇനീഷ്യലി പോസ്റ്റ് നിങ്ങൾക്ക് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഗുവാഹത്തി, വിശാഖപട്ടണം ഒക്കെയാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ചെന്നൈ ഒക്കെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഈ വേക്കൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 36 വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ളൊരു സജഷനാണ്, നിങ്ങൾ ഇത്തരം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈവൻ കുറഞ്ഞ വേക്കൻസി ആണെങ്കിലും എല്ലാ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. കാരണം നമ്മൾ എക്സാമിന് വേണ്ടി നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം, മറ്റു GK പോലെയുള്ള മറ്റു കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എക്സാം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാവിധ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ചെറിയ രീതിയിൽ അങ്ങോട്ടും കിട്ടും, അതിൻ്റെ ലെവലൊക്കെ മാറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈവൻ ഒരു വേക്കൻസി ആണെങ്കിലും നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക. കാരണം നമ്മളതൊരു നിസ്സാരമായിട്ട് കാണണ്ട എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജ് ഓവർ ആകും. പിന്നെ നമുക്ക് നിശ്ചിത ഏജ് ലിമിറ്റ് ഉള്ളവർക്കല്ലേ എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിന്നീട് നമ്മൾ ഖേദിക്കും. ഓക്കെ, നമുക്ക് പിന്നെ ഒരു റിഗ്രറ്റ് ആയിട്ട് വരും, അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ 9 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി എല്ലാ പോസ്റ്റിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിസർവേഷനോ കാര്യങ്ങളോ ഏജ് റിലാക്സേഷനോ ഉണ്ടാവില്ല. റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതായത് കാൻഡിഡേറ്റ്സിന് SC ST OBC ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ അതിന് ABCD ഉണ്ട്. അതിൽ പേ ലെവൽ ഇങ്ങനെ കൂടി വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് 6 വേക്കൻസി ഉണ്ട്. അതുപോലെ സയൻറ്റിഫിക് ഓഫീസർ 9 വേക്കൻസി ഉണ്ട്. ഓരോന്നിൻ്റെയും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് നിശ്ചിതമായുള്ള കാൻഡിഡേറ്റ്സിന്, അതായത് SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ ടോട്ടൽ വേക്കൻസിയിൽ 2 വേക്കൻസി PWD കാൻഡിഡേറ്റ്സിന് ഐഡൻറ്റിഫൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന OH അതുപോലെ HH കാറ്റഗറിക്കാണ് കേട്ടോ. ഓക്കെ, ആ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ സ്യൂട്ടബിൾ ആണ്. ഇനി ഇതിലേക്ക് ഈ പറയുന്ന പോസ്റ്റും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോന്നും നമുക്ക് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടോട്ടൽ വേക്കൻസി നമ്മൾ പറഞ്ഞു, അതിൽ സെഡ് വേക്കൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 19,900 മുതൽ 63,200 പേ സ്കെയിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബേസിക് പേ പ്ലസ് അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്നെല്ലാം പറയാം. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഡിസിപ്ലിൻ സബ്ജക്റ്റ് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കലാണ്. 25 ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞതാണ്. നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ പോസ്റ്റിലേക്കും. റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, SSLC ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന ട്രേഡ് കേട്ടോ, ഇതാക്കണം, ടേണർ, ഫിറ്റർ, അതുപോലെ മെഷീനിസ്റ്റ് ആൻഡ് മെക്കാനിക്കൽ, അതിൽ ഇലക്ട്രോപ്ലേറ്റർ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഈ ITI ഉണ്ടായിരിക്കണം. അപ്പോൾ 10th പാസ്സായിരിക്കണം, പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, ITI വേണം. ഓക്കെ, ഇനി അത് മാത്രം പോരാ, മൂന്നാമതായിട്ടൊരു കാര്യം പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം, പ്ലസ് എന്ത് വേണം, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, NAC വേണം, പ്ലസ് NTCയും വേണം. ഓക്കെ, ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ് പ്ലസ് ITI നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക, പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, പ്ലസ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അപ്രന്റീസ്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആണെങ്കിൽ അത് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതന്നെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ചാനലിൽ കയറി വീഡിയോസിനെല്ലാം സെലക്ട് ചെയ്ത് റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. റെയിൽവേൻ്റെ ഒക്കെ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ നമ്മൾ എല്ലാ കാറ്റഗറിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഈ രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ ഏതെങ്കിലും ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് BE ആകുമ്പം ഇതിലേക്ക് നിങ്ങൾക്ക് പേ ലെവലിൽ നിന്ന് മാറും, 3 ആകും കേട്ടോ. 21,700 മുതൽ 69,100 നിങ്ങൾക്ക് ഈ പറയുന്ന ബേസിക് പേ പ്ലസ് മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിലും ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കലാണ് ഡിസിപ്ലിനറി സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ തന്നെ ടേണർ, ഫിറ്റർ, അതുപോലെ മെഷീനിസ്റ്റ്, മെക്കാനിക്കൽ, ഇലക്ട്രോപ്ലേറ്റർ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പ്ലസ് നിങ്ങൾക്ക് NACയും വേണം, NTCയും വേണം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് 10th വേണം, പ്ലസ് എന്താണ് അതത് ട്രേഡിൽ ഇപ്പം ലിസ്റ്റ് അവിടെ വായിച്ചിരിക്കുന്നത് അതത് ട്രേഡിൽ ITI വേണം, പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, NAC വേണം, പ്ലസ് NTCയും വേണം. ഓക്കെ, NTCയും വേണം. ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, അതാ ഇവിടെ കാണാം, 2 year എക്സ്പീരിയൻസും വേണം. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് A എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റന്റ് Bയിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് C ആണ്. ഇതിൽ ജനറൽ മാത്രമേ വേക്കൻസി ഉള്ളൂ. പേ ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. അലവൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആണ് ഡിസിപ്ലിൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിലുള്ള എന്താണ് ITI വേണം. 2 year ഡ്യൂറേഷൻ ആട്ടോ. ഇവിടെ ITI ഞാൻ 2 year ഡ്യൂറേഷൻ എന്നുള്ളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാം 2 year ഡ്യൂറേഷൻ ആണ്, പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാം 2 year ഡ്യൂറേഷൻ വേണേ. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ് മുകളിൽ പറഞ്ഞത്. പോസ്റ്റിലേക്കൊക്കെ ITI 2 year ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പം C ആണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 year ഡ്യൂറേഷനുള്ള ഇലക്ട്രോണിക്സ് മെക്കാനിക്കിലുള്ള ITI പാസ്സായിരിക്കണം. പ്ലസ് എന്താണ്, NTCയും വേണം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം. പ്ലസ് എന്ത് വേണം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം, NACയും വേണം. ഓക്കെ, പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന 10th ക്ലാസ് ITI NAC പ്ലസ് NTC പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റിംഗ് ലൊക്കേഷൻ കൂടെ കാണാം. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് D ആണ്. ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം. പേ സ്കെയിലൊക്കെ കൂടും. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചൊക്കെ ഏജിലും അത്യാവശ്യം എന്താണ്, ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ എത്തി, മറ്റേ 25 ആയിരുന്നു. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് 6 years എക്സ്പീരിയൻസ് വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, 10th ക്ലാസ് വേണം, ITI വേണം, NAC വേണം, അതുപോലെ തന്നെ NTCയും വേണം. ഓക്കെ, ഈ പറയുന്ന ട്രേഡുകൾ ഇതാണ്: ടേണർ, ഫിറ്റർ, മെഷീനിസ്റ്റ്, പ്ലംബർ, ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രോണിക്സ്, മെക്കാനിക്സ്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ ITI വേണം എന്നുള്ളതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് NACയും NTCയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അത് മാത്രം പോരാ, നിങ്ങൾക്ക് 6 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ജനറൽ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ റിസർവ് വേക്കൻസിയും. ഇതിൽ പേ ലെവൽ 6 ആണ്. 35,400 മുതൽ 1,12,400 പേ സ്കെയിൽ വരുന്നത്. നിങ്ങൾക്ക് ബേസിക് പേ പ്ലസ് അലവൻസും കാര്യങ്ങളും ഉണ്ടാകും. ഇലക്ട്രോണിക്സ് ആണ് ഡിസിപ്ലിൻ. 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിപ്ലോമയാണ് വേണ്ടത്. ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യേണ്ട ഫുൾ ടൈം ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ BSc ഇൻ ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാച്ചിലർ ഓഫ് സയൻസ്. പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. പിന്നെ അടുത്തത് സയൻറ്റിഫിക്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യട്ടോ, യാതൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് BScയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ രീതിയിൽ കേട്ടോ. അടുത്തത് സയൻറ്റിഫിക് ഓഫീസറാണ്. ഇതിൽ നിങ്ങൾക്ക് വേക്കൻസിയുടെ കാണാം. 44,900 മുതൽ 1,42,400 സ്കെയിൽ വരുന്നത്. ഇതിലേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിലാണ് ഡിസിപ്ലിൻ വരുന്നത്. 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ സിവിലിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ BSc ഇൻ ഫിസിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക് കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസ്. ഇനി ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാം 1/10/2025 മുതൽ 31/10/2025 ആണ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 27/9/2025 നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോയുടെ അവസാനം കാണിക്കാം. അത് ലിങ്ക് ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. പിന്നെ ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷനും ഇതുപോലെ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങൾ ഇവിടെ പറയുന്നത് 2 സ്റ്റേജാണ്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേജ് 2ലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേജ് 2 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ആയിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിൻ്റെയും ട്രേഡ് ടെസ്റ്റിൻ്റെയും റിട്ടൺ എക്സാമിനേഷൻ്റെയും ടോട്ടലായുള്ള ആ ഒരു പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്യുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റിന് അതിൻ്റെ വെയിറ്റേജ് വരികയാണെങ്കിൽ 60 ആണ് വരുന്നത്. then നമ്മുടെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റിന് 40 ആണ് വെയിറ്റേജ് വന്നിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഫൈനൽ സെലക്ഷൻ നടക്കുക. പിന്നെ റിട്ടൺ ടെസ്റ്റിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സെൻറ്റർ വിവിധ സിറ്റിയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെന്നൈക്ക് എന്തായാലും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്പർ ഓഫ് അപേക്ഷയൊക്കെ വരുന്നതിനെ വെച്ചായിരിക്കും മേ ബി അവർ തീരുമാനിക്കുക കേട്ടോ. ഓക്കെ, ഏജ് റിലാക്സേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് റിസർവ്ഡ് വാക്കൻസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടും. SC/ST 5 വർഷം, OBC ആണെങ്കിൽ OBC NCLന് മാത്രം കേട്ടോ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് 10 വർഷം, പിന്നെ എക്സ് സർവീസിന് നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് വരുന്നുണ്ട് 500 രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ഇവർക്ക് ആകെ 100 രൂപ ഫീ അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ 100 രൂപ ഫീ അടച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സാലറിക്ക് പുറമെ അലവൻസ് ഉണ്ടാകും. അതായത് DA, HRA, TA എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലവൻസും കാര്യം ഉണ്ടാവും. മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ അക്കമഡേഷൻ, റെസിഡൻഷ്യൽ അക്കമഡേഷൻ ഉണ്ടായിരിക്കും. ഒക്കെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് HRA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കാണാൻ പറ്റും. എല്ലാവിധ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കാര്യങ്ങളും, അതായത് ഈ പറയുന്ന ന്യൂ പെൻഷൻ സ്കീം പ്രകാരമുള്ള ആ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് SC/STൻ്റെയും OBCൻ്റെയും ഒക്കെ കാറ്റഗറി സെറ്റിങ്ങിൻ്റെ ഫോർമാറ്റൊക്കെ ഇതിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. അതത് സെയിം മാതൃകയിലായിരിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടെ കാണാം സെമി റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. ഇതിലേക്കാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളവർക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവൈലബിൾ ഓൺ 1/10/2025 എന്ന് പറയുന്ന ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് നമ്മളത് വിട്ടുപോയാൽ നിങ്ങൾ ഈ ഏതെങ്കിലും നമ്മൾ ലേറ്റസ്റ്റ് ആയി ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ പല നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് ചില ഇത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ അത് ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഓർമ്മ വന്നാൽ കറക്റ്റായിട്ട് അതോടെ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ്, നമ്മൾ ലേറ്റസ്റ്റ് ആയി ചെയ്യുന്ന വീഡിയോ ഏതെങ്കിലും കമൻറ്റ് ആയിട്ട് അത് ഞാൻ കമൻറ്റ് എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഇപ്പം നിലവിൽ ആക്റ്റീവ് അല്ല ലിങ്ക്. അതായത് 1/10/2025 എന്ന് പറയുന്ന ഡേറ്റിനാണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1/10 മുതൽ നമ്മളിതിൻ്റെ ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിങ് ഡേറ്റ് ഇതാ, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് October 1 മുതൽ October 31 വരെയാണ് നമുക്ക് സമയമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് October 1 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്